കഴിഞ്ഞ വർഷം സമ്മർ ടൈം ആയപ്പോഴേ നമ്മൾ പോകണമെന്ന് ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ സ്ട്രോബെറി പിക്കിങ്. പക്ഷേ കഴിഞ്ഞ വർഷം അത് നടന്നില്ല. ഇപ്രാവശ്യം എന്തായാലും അത് മിസ് ചെയ്തെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രയാങ്കിളിലാണ്. ഇവിടുന്ന് ട്രെയിൻ വേണം പോകാനായിട്ട്. ട്രെയിൻ ഇറങ്ങി പിന്നെ ബസ്സിൽ വേണം കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ഫാമിലേക്ക് പോകാനായിട്ട്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നേ. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശം പോലെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ബസ് ഇറങ്ങി നടക്കുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഈ സിറ്റി ഏരിയയിൽ നിന്നൊക്കെ ഈ തിരക്കുള്ള സ്ഥലത്തു നിന്നൊക്കെ മാറി ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ വന്ന ഫാമിൽ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ കേട്ടോ. മാൽമോയിൽ വേറൊരു ഫാമുണ്ട്, അവിടെ വേറെയും കുറേ ബെറീസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു റോ തരും, ആ റോയിൽ നിന്ന് മാത്രമേ സ്ട്രോബെറി പിച്ചാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ സ്ട്രോബെറിയുടെ പടമുള്ള ഒരു ബാസ്ക്കറ്റ് കിട്ടിയപ്പോഴേ വൈഷു ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കുളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നേ അവിടെ നിന്നപ്പോഴൊക്കെ. പിന്നെ ഭയങ്കര പഴുത്ത സ്ട്രോബെറീസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സ്ട്രോബെറിക്കും ഇവിടുന്ന് ഈ ഫ്രഷായിട്ട് പിച്ചി കഴിക്കുന്ന സ്ട്രോബെറിക്കും ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റിന്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഫ്രഷായിട്ട് നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വൈഷും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഈ ആക്ടിവിറ്റിയൊക്കെ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ അവൾ പറിക്കുന്നത് അപ്പം തന്നെ അവിടെ നിന്ന് അവൾ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം ഒരു 2 ബാസ്ക്കറ്റ് അനുസരിച്ച് സ്ട്രോബെറി പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിച്ചുന്ന അനുസരിച്ചാട്ടോ, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അവിടെ റേറ്റ്. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ബസ് ഇറങ്ങി അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറിയ ഫുഡ് കഴിച്ചേ. അവർ ഈ ഷോപ്പ് ഇവിടെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടോ. ഏകദേശം എന്തോ 2 ആഴ്ച ആയിട്ടുള്ളൂ. മലയാളികൾ നടത്തുന്ന കടയാട്ടോ. ഞാൻ ഇവിടെ വന്നണക്കെ ആദ്യമായിട്ട് നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ബിരിയാണി കഴിക്കുന്നത്. വേറെ എവിടെ പോയി കഴിച്ചാലും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും കേട്ടോ. പക്ഷേ ഇന്ന് അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ.